الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وخلقناكم أزواجا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണോ ഇവിടെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ ലക്ഷ്യം കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയും പ്രാവർത്തികമാക്കിയും ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളാക്കിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെല്ലാ സുഖങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാളും വലിയ ഒരു അനുഗ്രഹമായിട്ട് ഹവ്വ എന്ന് പറയുന്ന ഒരു ഇണയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കുകയും തയ്യാറാക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിയുന്ന കാര്യങ്ങളാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, തീർച്ചയായിട്ടും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളാക്കിയത്, നിങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളാക്കി മാറ്റിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഇണകളാക്കിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാണ് പെണ്ണ് എന്ന നിലയിൽ ഇസ്ലാം വളരെ ഗൗരവമായ ചില കൃത്യമായ നിലപാടുകളും മാർഗദർശനങ്ങളും അല്ലാഹു നൽകിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിക്കാഹു മിൻ സുന്നതി, നിക്കാഹ് എന്ന് പറയുന്നത് എന്റെ ചര്യയിൽപ്പെട്ടതാണ്. പ്രവാചകന്മാരുടെ ചരിത്ര, പ്രവാചകന്മാരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് കുടുംബമായി ജീവിക്കുക, വിവാഹം കഴിക്കുക, നിക്കാഹ് കഴിക്കുക എന്നത്. ഫമർ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഈ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഈ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരാണോ വിമുഖത കാണിക്കുന്നത്, അതിനാരാണോ താല്പര്യക്കുറവ് കാണിക്കുന്നത്,
അതിനോട് ആരാണോ നിസ്സാരമായ ചില കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ ഗൗരവം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്, ഫലൈസ മിന്നി, അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇദാ തസബ്ബജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫുദ്ദീൻ ഫൽയത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാഖി. ഒരാള് വിവാഹം കഴിക്കുമ്പോൾ അവൾ അല്ലെങ്കിൽ അവന്റെ ദീനിന്റെ പകുതി പൂർത്തിയായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് വിശാലമായി നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ള പകുതി അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ, അവൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ധാരാളം ആയത്തുകളും ഹദീസുകളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ആമുഖമായി ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ പുതിയ തലമുറയുടെ കാഴ്ചപ്പാടൊക്കെ മാറിയിട്ടുണ്ട്. വിവാഹം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു പഴയ ആചാരമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, നമ്മളെ കഴിവുകളെ വളർത്താൻ കഴിയാത്ത സാഹചര്യം വരും, ഒരാണിന്റെ അടിമയായി ജീവിക്കേണ്ടി വരും എന്നൊക്കെ രീതിയിൽ ഈ വിവാഹ ജീവിതത്തെ വിദൂരത്താക്കി മാറ്റുകയും അതിനോടുള്ള താല്പര്യവും അതിനോടുള്ള ജാഗ്രതയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പണ്ടൊക്കെ നമ്മൾ പറയാറുള്ളത്, പെൺകുട്ടികൾ വിവാഹം കഴിക്കാത്തൊരു പ്രയാസം വരുമ്പം വീട്ടിൽ പെൺകുട്ടികൾ പുര നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയാറുള്ളത്. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. ആൺകുട്ടികൾ വീട്ടിൽ പുര നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ കോളേജുകളിലും സ്കൂളുകളിലും വീടുകളിലും നാടുകളിലൊക്കെയും പെൺകുട്ടികളുടെ കുറവൊന്നുമില്ല. മറിച്ച് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ അതിനോട് ശക്തമായ താല്പര്യക്കുറവും ശക്തമായ വിയോജിപ്പും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വന്നിട്ടുണ്ട് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ, ഇത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ല എങ്കിൽ, ഇത് നമ്മുടെ മക്കൾക്ക് ഇതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ വലിയ അപകടം നമ്മിലേക്ക് വളരെ സ്പീഡിൽ കടന്നു വരുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റലിലെ കുട്ടികളോട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരും ചോദിച്ച സമയത്ത് 80% പെൺകുട്ടികൾ പറഞ്ഞത് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. കാരണം ആണിന്റെ അടിമയായി ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേകത, നമ്മുടെ മക്കളോട് നമ്മൾ ചോദിച്ചു നോക്കും. പ്ലസ് ടുവിനും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിവാഹം നിങ്ങൾക്ക് വേഗത്തിനാണോ അതല്ല വൈകിപ്പിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണമായും കുട്ടികൾ പറഞ്ഞത് നമ്മൾ ഒരു സ്റ്റാറ്റസിലെത്തട്ടെ, ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ശരിയാണോ? ഇതിൽ ഗൗരവമുണ്ടോ എന്ന് ചിന്തിക്കണം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കരിയർ നന്നായിട്ട് മതി വിവാഹം. നമ്മൾ സാധാരണ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരും ജീവിക്കൂല. ഇതേപോലെ കരിയറും അതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ വശങ്ങളിലും പുരുഷനെന്ന് പറയുന്ന മനോഹരമായ സംവിധാനത്തെ അള്ളാഹു സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചെറിയ പ്രായം മുതൽ ഉപ്പ എന്ന് പറയുന്ന സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തി. വിവാഹ ജീവിതത്തിലൂടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തി. അതേപോലെ അവർ വിവാഹം കഴിഞ്ഞ് മക്കളായി കഴിഞ്ഞാൽ ഉമ്മ എന്ന സംവിധാനത്തിൽ മക്കൾ എന്ത് ചെയ്തു? മക്കൾക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ്? ഉമ്മയോടാണ്. ഇങ്ങനെ ഒരു സ്ത്രീയെ മുഴുവനായിട്ടും പുരുഷന്മാരെ കൊണ്ട് സംരക്ഷിക്കുന്ന രീതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ മാറിയിട്ട് ഒറ്റക്കാലിൽ നിൽക്കണമെന്നും എന്റെ കരിയറൊക്കെ നന്നാവട്ടെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പെൺകുട്ടികൾ മാറുകയും വിവാഹപ്രായം വൈകിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ അപകടം വരുത്തിവെക്കുന്ന പ്രശ്നങ്ങളാണ്. സഹോദരങ്ങളെ, ജീവിതമാണ് വലുത്, കരിയറല്ല വലുത്. ജീവിതത്തിന്റെ ധാരാളം ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് കരിയർ എന്ന ജോലി എന്നൊക്കെ പറയുന്നത്. ഇതാ ജോലിയെ വലുതായി കാണുകയും ജീവിതത്തെ ചെറുതായി കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വിശിഷ്യ പെൺകുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
വിവാഹപ്രായം വൈകിപ്പിക്കുക എന്ന ചിന്ത എവിടെ നിന്ന് വന്നതാണ്? ഇസ്ലാം എന്താണ് ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്? വിവാഹപ്രായം വൈകിപ്പിക്കുക എന്ന ചിന്താഗതി പാശ്ചാത്യ സംസ്കാരമാണ്, ലിബറൽ ചിന്താഗതികളാണ്. തോന്നിയവാസികളായി നടക്കുന്ന ആളുകളുടെ അവരുടെ ഒരു ഫ്രീഡം എന്ന് പറയുന്ന പേരിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും മോശമായ പ്രവണതയാണ് വിവാഹം വൈകിപ്പിക്കുക എന്ന് പറയുന്നത്. ആൺകുട്ടികളാണെങ്കിലും ശരി, പെൺകുട്ടികളാണെങ്കിലും ശരി, അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ആലോചിക്കുന്ന രക്ഷിതാക്കളാണെങ്കിലും ശരി, ഈ ചിന്താഗതി തെറ്റാണ് എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ആകാശലോകങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഈ വിഷയത്തിൽ വഹയി നൽകിയിരിക്കുന്നത്? എന്താണ് പടച്ച റബ്ബിന്റെ ഈ വിഷയത്തിലുള്ള കൽപ്പന എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറ ശബാബ്, അല്ലയോ യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് ബാഅത്ത് എത്തിയാൽ 32 വയസ്സാവണമെന്നല്ല. ആൺകുട്ടികൾ 28, 29, 30, 40, 30 ഒക്കെ വയസ്സായി കഴിഞ്ഞാലും അവര് പറയും ആയിട്ടില്ല, സമയമായിട്ടില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോഴത്തെ വിഷയം എന്തേ വിവാഹം കഴിക്കാത്തത് എന്ന് ചോദിക്കുമ്പം പെൺകുട്ടികളെ കിട്ടാനില്ല, പെൺകുട്ടികളോട് ചോദിക്കുമ്പോൾ സമയമായിട്ടില്ല എന്നുള്ളതാണ്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇസ്ലാമിന്റെ നിർദ്ദേശം, നിങ്ങൾക്ക് ബാഅത്ത് എത്തിയാൽ, നിങ്ങൾക്ക് പക്വത എത്തിയാൽ, നിങ്ങൾക്ക് വിവാഹം കഴിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ വിവാഹം കഴിച്ചോ എന്നല്ല, ഫൽയതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കുക തന്നെ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വിവാഹത്തിന്റെ ധാരാളം ലക്ഷ്യങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയ ലക്ഷ്യം എന്താണെന്ന് അറിയുമോ? ഫഇന്നഹു അഅദ്ദു ലിൽ ബസ്വർ, അത് കണ്ണിനെ നിയന്ത്രിക്കും. അന്യ സ്ത്രീകളെ കാണുന്നതിൽ നിന്ന്, വേണ്ടാത്തതിലേക്ക് പോകുന്നതിൽ നിന്ന്, അധാർമികമായ ലൈംഗികമായ അരാജകത്വത്തിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കുന്ന മനോഹരമായ കവചമാണ് വിവാഹം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅഹ്സനു ലിൽ ഫർജ്, അവന്റെ ഗുഹ്യവയത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എന്റെ ആൺകുട്ടികളോടും പ്രിയപ്പെട്ട പെൺകുട്ടികളോടും വിവാഹം വൈകിപ്പിക്കുന്ന രക്ഷിതാക്കളോടും ഗൗരവമായി ഈ ഹദീസ് എന്താ പഠിപ്പിക്കുന്നത്? അവരുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ, അവരുടെ ഗുഹ്യാവയവത്തെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന മനോഹരമായ ഹലാലായ മാർഗമാണ് വിവാഹം എന്ന് പറയുന്നത്. ഈ വിവാഹത്തെ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പോകൂല എന്നാണോ ഈ പറയുന്നത്? നമ്മൾ ഹറാമായ മാർഗത്തിലേക്ക് എത്തൂല എന്നാണോ പറയുന്നത്? മഹാഭൂരിപക്ഷം ആൺകുട്ടികളും പെൺകുട്ടികളും ഹറാമായ നോട്ടത്തിലേക്കും ഹറാമായ പ്രവർത്തനത്തിലേക്കും വൃത്തികേടുകളിലേക്കും തോന്നിയവാസത്തിലേക്കും അവർ വളരെ സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. സഹോദരങ്ങളെ, പണ്ട് പോലെ ഇപ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ അവരുടെ മനുഷ്യ സ്പിരീഡിലേക്കും മറ്റു പല കാര്യങ്ങളിലേക്കും അവർ വരുന്നു എന്നുള്ളതും നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഹലാലായ മാർഗം അല്ലാഹു ഏർപ്പെടുത്തിയപ്പം അതിനങ്ങോട്ടേക്ക് നീട്ടിവെച്ചു, അതിനെ വൈകിപ്പിച്ചു. ഹറാമായ മാർഗങ്ങളൊക്കെ എന്ത് ചെയ്തു? സുപരിചിതമായ അവസ്ഥയിലേക്ക് സമൂഹം മാറി എന്നുള്ളതാണ്. ലിവിംഗ് ടുഗദർ എന്താണ്? അഥവാ ലിവിംഗ് ടുഗദർ എന്നൊക്കെ പറയുന്നത് വിവാഹം വേണ്ട എന്ന രീതിയിൽ ഒരുമിച്ച് താമസിക്കുക എന്ന, വിവാഹം കഴിക്കാതെ ആൺകുട്ടികളും പെൺകുട്ടികളും തോന്നിയ രീതിയിൽ ജീവിക്കുക എന്ന ചിന്താഗതിയാണ്. എന്താണ് ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഏതൊരാളോടും എങ്ങനെയും അവരുമായിട്ട് ബന്ധം ചേർക്കുക എന്ന് പറയുന്ന, ഒരാഴ്ച അവനോടാണെങ്കിൽ ഒരാഴ്ച ഇപ്പുറത്തുള്ള ആളോട്, ഒരാഴ്ച അടുത്ത ആളോട്, ഇങ്ങനെ മാറി മാറി സിറ്റുവേഷൻ അനുസരിച്ച് അതേപോലെ പല രീതിയിലും അവർ അധാർമികമായ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. എന്താ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ചെറിയ കുട്ടികൾക്ക് പോലും ബെസ്റ്റ് എന്ന് പറഞ്ഞ ചിരി വരും. എന്ത് വൃത്തികേടും ചെയ്യാനും തോന്നിയ പോലെ സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു ജാലകമായി, വാതിലായി ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾക്കിടയിൽ സുപരിചിതമായ വാക്കുകളാണ്. സഹോദരങ്ങളെ, തൊടുകയും ഉരുമുകയും അതേപോലെ തന്നെ എല്ലാ നിലയിലും ഒരുമിച്ചും അവരെല്ലാ വൃത്തികേടുകളും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വ്യഭിചാരം എന്ന് പറയുന്ന മഹാ അപകടത്തിലേക്ക് നമ്മുടെ സമൂഹം വളരെ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴാണ് രക്ഷിതാക്കൾ പോലും വിവാഹം എന്ന് പറയുന്ന ഈ വിഷയത്തെ ഒരു നിസാരമായി, അതൊക്കെ കുറച്ചങ്ങോട്ട് കഴിയട്ടെ, അതൊക്കെ സമയാവട്ടെ എന്നൊക്കെ വിചാരിച്ച് അതിനെ നീട്ടിക്കൊണ്ടുപോകുന്നുവെങ്കിൽ അതെത്ര വലിയ അപകടകരമാണ്.
സഹോദരങ്ങളെ, നമ്മുടെ മക്കളൊക്കെ വലിയ അപകടത്തിലാണ്. റീൽസ് കാണുന്നവരോട്, ഫോൺ സൈറ്റിൽ കയറുന്നവരോട്, അധാർമികതയിൽ ജീവിക്കുന്നവരോട്, സ്വയംഭോഗവും സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ മുന്നോട്ട് പോവുകയാണ്. നമ്മളൊക്കെ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്റർവെല്ലൊക്കെ ആയി കഴിഞ്ഞാൽ ആൺകുട്ടികൾ വേറെ പെൺകുട്ടികൾ വേറെയായിരുന്നു. അതൊക്കെ മാറി. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കൈപിടിച്ചിട്ട് അവരിറങ്ങിപ്പോകുന്ന വല്ലാത്ത ദുരന്തത്തിലേക്കാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒന്ന് തന്റെ ധാർമ്മികത കാത്തു സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് നോക്കിയിട്ട് തന്റെ സുഹൃത്തുക്കൾ ചോദിക്കും, ഇതൊക്കെ തന്ത വൈബിന്റെ ആൾക്കാരാണല്ലേ, ഇതൊക്കെ പഴയ ആചാരത്തിന്റെ ആളുകളാണ്. അത്രമേൽ സൂക്ഷ്മതയിൽ ജീവിക്കുന്നവരെ പോലും അധാർമികതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ലിബറൽ ചിന്താഗതിക്കാരും അതേപോലെ പാശ്ചാത്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന ഈ വിഷയങ്ങളെ ചേർത്ത് വെച്ച് അതാണ് ശരിയെന്ന നിലപാടിലേക്ക് പോകുമ്പോൾ എത്ര വലിയ ഗൗരവമാണ്. അൽ ഖബീസാതു ലിൽ ഖബീസീൻ والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات. ചിന്താഗതിക്ക് വലിയ പ്രത്യേകതയുണ്ട്, ആലോചിക്കുന്നതിൽ വലിയ പ്രത്യേകതയുണ്ട്, സാഹചര്യങ്ങളെ അങ്ങനെ ആക്കുന്നതിലും വലിയ പ്രത്യേകതയുണ്ട്. ലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷ. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോവരുത്, അത് ഏറ്റവും വലിയ വൃത്തികേടാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. സൂറത്തുൻ നൂറിലാണല്ലോ ഈ ആയത്തുള്ളത്. അൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. വൃത്തികെട്ട സ്ത്രീകൾക്ക് വൃത്തികെട്ട പുരുഷന്മാരും വൃത്തികെട്ട പുരുഷന്മാർക്ക് വൃത്തികെട്ട സ്ത്രീകളും, നല്ല സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാരും നല്ല പുരുഷന്മാർക്ക് നല്ല സ്ത്രീകളും. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിരിക്കുന്നത്? വിവാഹ ജീവിതം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് നൽകിയ മഹാനുഗ്രഹമാണ്. ആകാശലോകങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പല ദൃഷ്ടാന്തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി പറയുന്ന ഭാഗത്താണ് വഖലഖനാകും അസ്വാജാ. നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമായി പറഞ്ഞ കാര്യങ്ങളെ അത് വൈകിപ്പിച്ചു കഴിഞ്ഞാൽ വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ അവരിലേക്ക് ചേർന്ന് വരികയും എന്നിട്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ തകർച്ചയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ മാർഗദർശനത്തിൽ നിന്ന് മാറിയാൽ എല്ലാം അപകടകരമാണ്. എല്ലാം അപകടകരമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി രക്ഷിതാക്കൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തന്റെ മകൻ വന്നുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിനക്ക് സമയമായിട്ടില്ല എന്നാ പറയാം. നിനക്കതിന് ജോലിയുണ്ടോ? നിനക്കതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടോ? وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. ഇത് സൂറത്ത് നൂറിലെ ആയത്താണ്. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم. നിങ്ങളിൽ അവിവാഹിതരായ ആളുകൾ, നിങ്ങളുടെ നല്ല അടിമകളെയും നിങ്ങൾ വിവാഹം കഴിക്കണം. ആൺകുട്ടികളോട് പറയും നിങ്ങൾ വിവാഹം കഴിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹ്. നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നാം നിങ്ങൾക്ക് ധന്യത നൽകുന്നു. നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രതിസന്ധിയാണോ ഉള്ളത്, നിങ്ങൾക്ക് നാം ധന്യത നൽകുമെന്ന് പടച്ച റബ്ബിന്റെ വാഗ്ദാനമാണ്. ഇവിടെ വിവാഹം കഴിച്ചവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എവിടെ നിന്നിട്ടുണ്ടായിരുന്നു? നമ്മുടെ സാമ്പത്തിക ശേഷി എന്തായിരുന്നു? നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? വിവാഹം കഴിഞ്ഞതിന് ശേഷമല്ലേ സാമ്പത്തികമായി നമ്മൾ ഉയർന്നത്? എത്രമാത്രം നമ്മൾ വളർന്നു? ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ വിവാഹം കഴിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം. നിങ്ങൾ ദരിദ്രരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ധന്യത നൽകാമെന്ന് പടച്ച റബ്ബ് പറയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെല്ലാം പറയുന്നു
ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം അവർക്ക് ദാരിദ്ര്യമാണ് പ്രശ്നമെങ്കിൽ അതിന് ഐശ്വര്യം നൽകാമെന്ന് പടച്ച റബ്ബ് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. പിന്നുള്ള പ്രശ്നം പഠനമാണ്. പഠിക്കട്ടെ പഠിക്കട്ടെ പഠനത്തിന് ആരാണ് ഇപ്പം എതിർപ്പുള്ളത്? ആർക്കും പഠിക്കാനോ? പഠനമൊന്നുമല്ല, മറിച്ച് പൈശാചികമായ ഇബ്ലീസിന്റെ ശക്തമായ അജണ്ടകൾ നല്ലവരെന്ന് പറയുന്ന നമുക്കിടയിൽ പോലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെന്താ പ്രശ്നം അറിയോ? വിവാഹം കഴിച്ചാൽ കുടുങ്ങിയെന്നാണ്. വിവാഹം കഴിച്ചാൽ കുടുങ്ങിയെന്നാണ്. നമ്മളും അതിന് കാരണക്കാര സഹോദരങ്ങളെ. നമ്മളും പറഞ്ഞു കൊടുക്കില്ല വിവാഹത്തിൽ നിൽക്കണ്ട, വിവാഹം കഴിച്ചവരൊക്കെ നമ്മൾ കുടുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ കിട്ടുന്ന നല്ല സ്വാതന്ത്ര്യമാണ്, സുഖസുന്ദരമായി ജീവിച്ചോളിയെന്ന. അങ്ങനെ പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഒരാളോട് ദാ വിവാഹത്തിൽ നിൽക്കണ്ട പ്രശ്നമാണേന്ന് പറയുമ്പം ആ ചെറുപ്പക്കാരനെങ്കിൽ ആ പെൺകുട്ടി എന്നോട് പറയാണ്, നിങ്ങളുടെ ഭാര്യ മരിച്ചു പോട്ടെ, നിങ്ങളുടെ ഭാര്യക്ക് എന്തെങ്കിലും സംഭവിച്ചു പോട്ടെ, നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ അല്ലെ, നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു, ഭാര്യ മരിച്ചിരിക്കുന്നു. അപ്പ അറിയാം, വിവരറിയാം. 94 വയസ്സ് പ്രായമുള്ളൊരു ഭർത്താവ്, 94 വയസ്സ് പ്രായമുള്ള ഭർത്താവ് 5-6 വർഷത്തോളം കിടന്ന കിടപ്പിൽ ജീവിച്ച തന്റെ ഭാര്യ 86ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഈ മനുഷ്യൻ കരഞ്ഞിട്ട് പറയുന്നൊരു വാക്കാണ്, 94 വയസ്സുള്ള ഭർത്താവിന്റെ വാക്കാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ തനിച്ചാക്കിയിട്ട് അവൾ പോയി, എന്നെ തനിച്ചാക്കിയിട്ട് അവൾ പോയി. സഹോദരങ്ങളെ, 8 മക്കളുണ്ടവർക്ക്, 8 മക്കൾക്ക് പേരക്കുട്ടികളുണ്ട്. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന കുടുംബമാണ്. എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും 94 വയസ്സ് പ്രായമുള്ള ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലാസ് വെള്ളം പോലും കൊണ്ടുപോയി കൊടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ വർഷങ്ങളോളം കിടന്ന കിടപ്പിൽ കിടന്ന തന്റെ ഭാര്യ മരണത്തിലേക്ക് പോയപ്പോഴാണ് എന്നെ തനിച്ചാക്കി പോയി എന്ന് ആ മനുഷ്യൻ പറയുന്നുവെങ്കിൽ ഇതാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. ഇതാണ് ദാമ്പത്യം. എനിങ്ങനെ ആലോചിച്ച സഹോദരങ്ങളെ, നമ്മൾ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മറ്റൊരു വലിയ അപകടം എന്നറിയോ? നമ്മൾ ദാമ്പത്യ ജീവിതം വൈകിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൃദ്ധരാകുന്ന സമയത്തായിരിക്കും നമ്മുടെ മക്കൾ വളർന്നു വരിക. 18 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി 55 വയസ്സ് പ്രായമുള്ള ഉപ്പയെ നോക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആ പക്വത അവർക്ക് എത്തുമെന്നാണോ വിചാരിക്കുന്നത്? ഇത്രയോളം പ്രായം വൈകിപ്പിച്ചിട്ട് ഒരു പക്വത പോലും ഇല്ലാത്ത കുട്ടികൾക്കിടയിൽ നമ്മൾ വീട്ടിൽ കിടക്കേണ്ടി വന്നാൽ, നമുക്ക് ജോലി ചെയ്യാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ നമ്മളെ നോക്കുന്ന മക്കൾ അവർക്ക് പക്വതയുണ്ടാകും, അവർക്ക് പ്രായപൂർത്തി ശരിക്കെത്തിയിട്ടുണ്ടാവുമോ? വൈകിപ്പിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കുന്ന കാലഘട്ടം വിദൂരമല്ല എന്നുള്ളതും ഇതിന്റെ കൂടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഓരോന്നിനും ഇസ്ലാം കൃത്യമായ നിലപാടുകൾ നൽകിയിട്ടുണ്ട്. ഈ നിലപാടുകളും ഈ ദർശനങ്ങളും നമ്മൾ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അപകടമുണ്ടാവുക. അതിനേക്കാൾ അപ്പുറത്ത് വ്യഭിചാരം എന്ന് പറയുന്ന വൃത്തികേടിലേക്കാണ് ഈ മൊബൈൽ. സഹോദരങ്ങളെ, നമ്മൾ ഈ മൊബൈലിൽ എത്രയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾ ഒരു ദിവസമെങ്കിലും ഒരു പെൺകുട്ടിയുടെ നഗ്നത കാണാത്ത ദിവസം ഉണ്ടാവാറുണ്ടോ? ഒരു കുട്ടികളടക്കം ഏത് റീൽസിലാണ്, എവിടെയാണ് ഇല്ലാതിരിക്കുക? ഈ നഗ്നതകളൊക്കെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മക്കളൊക്കെ സുരക്ഷിതമാണ് എന്നാണോ വിചാരിക്കുന്നത്? നമ്മുടെ പെൺകുട്ടികളൊക്കെ സുരക്ഷിതമാണ് എന്നാണോ വിചാരിക്കുന്നത്? വിവാഹത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ആ വിവാഹത്തിലേക്ക് കൊണ്ടുപോവുക, അവരതിലേക്ക് നമ്മൾ കൂടുതൽ അവരാ വിവാഹം കഴിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്, ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. ഹോസ്റ്റലിന്റെ ബാക്കിൽ നമ്മൾ കുടിച്ചൊഴിവാക്കുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ ഒരു ഹോസ്റ്റലിന്റെ ബാക്കിൽ ഗർഭനിരോധന ഉറയെങ്കിലും വിതറിയിരിക്കുകയാണ്. എന്തിന്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം
അതൊക്കെ ഒന്ന് ശരിക്കും അതിന്റെ പോസിറ്റീവ് രീതിയിൽ നമ്മൾ ചർച്ചക്കെടുത്താൽ എത്ര വലിയ അനുഗ്രഹം. ശരിക്കും അതിനൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തിയാൽ അവരെന്നെ പറയും എനിക്ക് ഇപ്പം തന്നെ വിവാഹം കഴിക്കണം. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ അതിന്റെ ഇസ്ലാമിക വശം കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് രക്ഷിതാക്കൾ എന്ന നിലയിൽ അതിന്റെ ഗൗരവം തിരിച്ചറിയുകയും അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മുടെ സമൂഹം പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ദാമ്പത്യ ജീവിതം ഓരോ ദിവസവും തകർന്ന് തെരിപ്പണുകയാണ്. കാരണം ഇതിങ്ങനെ ലിവിങ് ടുഗദർ ആയിട്ടും ബെസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ആയിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ തോന്നിവാസങ്ങളും കഴിഞ്ഞ് വ്യഭിചാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു നിക്കാഹ് എന്ന് പറയുന്ന ഒരു കാട്ടിക്കൂട്ടലൊക്കെ ആയിട്ട് കുടുംബജീവിതത്തിലേക്ക് കയറി വന്നിട്ട് ആ നിമിഷം നേരെ കിട്ടുന്ന ഒരു സുഖത്തിനപ്പുറത്ത് സുദീർഘമായ വർഷങ്ങളോളം നീണ്ടു നിൽക്കേണ്ട സ്നേഹവും ബർക്കത്തും ഒന്നുമില്ലാത്തൊരു ജീവിതം എങ്ങനെ അവർക്ക് ഉണ്ടാവില്ലല്ലോ. കാരണം ഹറാമിൽ നിന്നാണ് ജീവിതം ആരംഭിച്ചത്. അതുകൊണ്ട് ഗൗരവമായിട്ട് ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കണം. മാത്രല്ല കുടുംബങ്ങളൊക്കെ നമ്മളിപ്പോ ഒരു ഭാര്യ ഭർത്താവിൽ സംഭവിക്കുന്ന ചെറിയൊരു വിഷയമൊന്നല്ല, ഒരാൾക്ക് മാത്രമൊന്നല്ല കേട്ടോ സംഭവിക്കാം. ഞാനൊരു പ്രേമിച്ചൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ എന്റെ മക്കളത് മനസ്സിലാക്കും. എന്റെ മക്കളെ തലമുറകളോളം അത് പോകും. ഒരാൾക്ക് നമ്മളൊരു ഹറാമിലേക്ക് പോയി നമുക്ക് മാത്രമല്ല സംഭവിക്കുക, നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ അത് ബാധിക്കും. അതിന്റെയൊക്കെ വലിയ ഭവിഷ്യത്ത് നമ്മൾ മരിച്ചാലും ഖബറിലേക്ക് കിട്ടും. അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്ന സമയത്ത് ദീനിന് നിങ്ങൾ പ്രാധാന്യം നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അറിയണം, നിർബന്ധമാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായിട്ടും അറിവുള്ളവർക്ക് മാത്രമാണ് ഇന്നമാ ഉപയോഗിച്ച് അവിടെ പറയും. ഇന്നമാ ഉപയോഗിച്ചൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അപ്പുറമില്ല ഇപ്പുറമില്ല. ഇന്നമാ യഖ്ശല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ഇവർ മാത്രമാണ് അൽ ഉലമാ, അറിവുള്ളവർ. അതുകൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക എന്നത് മർമ്മപ്രധാനമായ ഭാഗമാണ്. എത്ര സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണെന്നറിയുമോ? കുടുംബത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കുടുംബം ഒരാളുടെ ആദ്യ വിദ്യാലയമാണ്. അവിടെ കിട്ടേണ്ട കാര്യങ്ങൾ കൃത്യമായി കിട്ടിയാൽ മാത്രമേ കുടുംബജീവിതവും സമൂഹവും ഒക്കെ രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് അറിവ് മർമ്മപ്രധാനമായ ഭാഗമാണ്. അൽഹംദുലില്ലാഹ് നമുക്കതിന്റെ സംവിധാനങ്ങൾ ഇഷ്ടംപോലെ സംവിധാനങ്ങളും ഈ മൊബൈൽ എന്നൊക്കെ പറയുന്നത് 80% ഹൈറ് കിട്ടുന്നൊരു സാധനം. 20% ഇതിലൊരു ഷർറ് ഉണ്ടാവുള്ളൂ. പക്ഷെ 20% പിന്നാലെയാണ് മനുഷ്യൻ മഹാഭൂരിപക്ഷം പോവുക. 80% നന്മയും ഉപയോഗിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എല്ലാം കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതേപോലെ എന്തൊക്കെ ക്ലാസ്സുകൾ എല്ലാ വെള്ളിയാഴ്ചയും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. ഓരോ ആയത്തുകൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ സ്ഥിരമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരോട് ചോദിച്ചു നോക്കൂ, ഖുർആനിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ് എന്ന്. ഇങ്ങനെ എന്തെല്ലാം ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച 4 മണി മുതൽ ഇരുട്ടിയുടെ പുന്നാട് വെച്ചുകൊണ്ട് പിന്നെ കുടുംബം ധാർമ്മികത എന്ന വിഷയത്തിൽ വളരെ മനോഹരമായ ഒരു മഹാസമ്മേളനം നടക്കുകയാണ്. ഫാമിലി കോൺഫറൻസ്. പ്രഗത്ഭരായ ആളുകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത്, പുതിയ തലമുറകളെ വളർത്തിക്കൊണ്ടുപോകുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, അതേപോലെ പടച്ചറപ്പിനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഇസ്ലാമിന്റെ ഇസ്സത്ത് മനസ്സിലാക്കുന്ന മനോഹരമായ വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള വൈകുന്നേരം 4 മണിക്ക് കറക്റ്റ് സമയത്ത് ആരംഭിച്ച് വിശാലമായ ഒരു 9-9:30 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മഹാസമ്മേളനം നമ്മുടെ നാട്ടിൽ നടക്കുക. പോവണം, അവിടെ എത്തണം. ആയിരക്കണക്കിന് മനുഷ്യരുടെ കൂടെ ആ ദീന് പഠിക്കാനിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലം മനോഹരമാണ്. ആകാശലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് പടച്ചറപ്പ് മലക്കുകളോട് പറയും, എന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന, ദീനിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, ഇസ്ലാമിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനോഹരമായ സദസ്സിലേക്ക് നോക്കൂ എന്ന് മലക്കുകളോട് പറയുന്ന, അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന മനോഹരമായ ഇത്തരം സദസ്സുകളെ നാം ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ, വാഹന സൗകര്യം പോലും ഈ നമ്മുടെ ഈ പള്ളിയുടെ ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. കുടുംബസമേതം പോകാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
ധന്യമായ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശാലമായ സൗകര്യങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എത്രയോ ഫോൺ കോളുകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന വിഷയത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല ക്ലാസ്സിന് വിഷയങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നറിയോ, സമൂഹത്തിൽ സംഭവിച്ചു ഇതൊക്കെ പറയാൻ ആളുകളില്ല സഹോദരങ്ങള്. പല ആളുകൾ, നല്ല രക്ഷിതാക്കൾ പോലും, നല്ല ആളുകളാണ്, വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും വഴി തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ദിവസങ്ങളോളമായിട്ട് വിശാലമായ 5 ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ഒരു പന്തലും കാര്യങ്ങളൊക്കെ ഒരുങ്ങി നമ്മളെ കാത്തിരിക്കുകയാണ്. അള്ളാഹു ചോദിക്കൂല നാളെ പരലോകത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അതൊക്കെ വിട്ട് നമ്മൾ എവിടേക്കൊക്കെ നമ്മൾ പോവാറുണ്ട്. ദീനിന്റെ ഒരു സദസ്സിലേക്ക് നമ്മൾ വിളിക്കുമ്പം അതിനോടുള്ള നിലപാട് എന്താണ് എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഒരു വാഹനവുമായിട്ട് പോകുന്നവർക്ക് അങ്ങനെ പോകാം, ഇവിടെ ബസ് സൗകര്യങ്ങൾ അങ്ങനെയും പോവാവുന്നതാണ്. അതിന്റെ കൂടെ എനിക്ക് പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് വലിയ സാമ്പത്തികമായ ചെലവുണ്ടാകും എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അതിനിടയിലാണ് പിന്നെ മഴയുമായി ബന്ധപ്പെട്ട് പന്തലുകളും നമുക്ക് ഏർപ്പെടുത്തേണ്ടി വന്നു. അവസാനം ലക്ഷങ്ങൾ നമുക്കതിന് ബാധ്യതയുണ്ട്. നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ അതിനെ സഹായിക്കുകയും ചെയ്യണം. ചെറിയ രീതിയിലല്ല, ഏറ്റവും നന്നായിട്ട് അതിനെ കൂടെ സഹായിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ഈ സദസ്സിലും വീടുകളിലൊക്കെയായി ഭാര്യമാരും ഭർത്താക്കന്മാരും മാതാപിതാക്കളൊക്കെയായി പലരും വല്ലാത്ത വേദനകൾ സഹിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന, അവർക്ക് സേവനം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് വിശാലതയും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും അള്ളാഹുവിന്റെ വിധിക്ക് വിധേയമായിട്ടുണ്ട്. ഖബറിലാണ്, അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതിൽ നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ നാട്ടിൽ കിട്ടുന്ന സമയങ്ങളെല്ലാം നന്മകൾ ഉപയോഗപ്പെടുത്താനും നന്മകൾ ചെയ്യാനും നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരോടും വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, അസൂയയില്ലാതെ പരസ്പരം സ്നേഹിച്ചും വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും കഠിനമായ പ്രയാസത്തിലാണ്. അള്ളാഹു അവർക്കൊക്കെ സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങളും ഇന്ത്യക്ക് സന്തോഷം നൽകുന്ന, നിർഭയത്വം നൽകുന്ന കാര്യങ്ങളാക്കി അള്ളാഹു നമുക്ക് മാറ്റുമാറാകട്ടെ. കുടുംബജീവിതവും സാമൂഹ്യ ജീവിതത്തിലൊക്കെയും നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനും ഹദീസും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.